ഹായ് ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സബ്ജക്റ്റിലെ പോയിന്റിംഗ് ആൻഡ് പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് പോയിന്റിംഗ്? നമുക്കറിയാം, നമ്മൾ ബ്രിക്ക് മേസണറിയിലായാലും സ്റ്റോൺ മേസണറിയിലായാലും നമ്മൾ മോട്ടാർ ജോയിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ. ഈ ഒരു മോട്ടാറിന്റെ പർപ്പസ് എന്താണ്? ആ ഒരു ബ്രിക്കിനെ അല്ലെങ്കിൽ സ്റ്റോണിനെ പ്രോപ്പറായ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കുക, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ബോണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മോട്ടാറിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് വെതറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെതറിന്റെ ആക്ഷൻസിനെ റെസിസ്റ്റ് ചെയ്യുന്നതിൽ അത്രത്തോളം എഫിഷ്യൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രിക്ക് മേസണറി അല്ലെങ്കിൽ സ്റ്റോൺ മേസണറിയിലെ വെതറിനെ എക്സ്പോസ്ഡ് ചെയ്യുന്ന ആ ഒരു സർഫസിൽ മോട്ടാർ ജോയിൻസിലെ കുറച്ച് ഭാഗം നമ്മൾ റിമൂവ് ചെയ്തിട്ട് കുറച്ച് ക്വാളിറ്റിയുള്ള മോട്ടാർ കൊണ്ട് നമ്മൾ അവിടെ ഫില്ല് ചെയ്യാറുണ്ട്. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? പോയിന്റിംഗ് എന്നുള്ളത്. ഇതിന്റെ പർപ്പസ് എന്താണ്? പ്രോപ്പറായിട്ട് ആ വെതറിനെ റെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അകത്തുള്ള മോട്ടാറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നല്ലൊരു ബെറ്റർ അപ്പിയറൻസ് നൽകുക എന്നുള്ളതും എന്തിന്റെ പർപ്പസാണ്? നമ്മുടെ ഈ ഒരു പോയിന്റിങ്ങിന്റെ പർപ്പസാണ്. പോയിന്റിങ് പല ടൈപ്പ് ഉണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 9 ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു 9 ടൈപ്പ് പോയിന്റിങ്ങിനെ നമുക്ക് 2 എണ്ണം വെച്ച് പഠിക്കാം, ഒരു പെയറായിട്ട് പഠിക്കാം. അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യത്തെ ടൈപ്പ് ഓഫ് പോയിന്റിംഗ് ആണ് ഫ്ലഷ് പോയിന്റിംഗ്. നമ്മൾ ഈ ഒരു മോട്ടാറിനെ അല്ലെങ്കിൽ മോട്ടാർ ജോയിൻസിൽ ഒരു 20 mm ആ ഒരു ഓൾഡ് മോട്ടാറിനെ നമ്മൾ റിമൂവ് ചെയ്തതിനു ശേഷം അവിടെ കുറച്ച് ക്വാളിറ്റിയുള്ള മോട്ടാർ കൊണ്ട് ഫില്ല് ചെയ്തിട്ട് അവിടെ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് അവിടെ ഫോം ചെയ്യുന്നതെങ്കിൽ 2 ബ്രിക്ക് അല്ലെങ്കിൽ 2 സ്റ്റോണിന്റെ ഇടയ്ക്കുള്ള മോട്ടാർ ജോയിന്റ് ആണ്. അവിടെയുള്ള മോട്ടാറിൽ 20 mm ഓൾഡ് മോട്ടാറിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയ മോട്ടാർ ക്വാളിറ്റിയുള്ള മോട്ടാർ കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ട് അവിടെ ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? ഫ്ലഷ് പോയിന്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലഷ് പോയിന്റിങ്ങിൽ നമുക്കുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് വർക്ക്മാൻഷിപ്പ് ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊന്നും വരുന്നില്ല, നമുക്ക് ഈസി ആയിട്ട് അവിടെ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡസ്റ്റിന്റെ അക്യുമുലേഷൻ ഒന്നും വരുന്നില്ല, വാട്ടർ ഒന്നും അവിടെ നിന്ന് എന്തില്ല, തറം കെട്ടി നിൽക്കത്തില്ല. ആ ഒരു ഗുണം എന്തിലുണ്ട്? ഫ്ലഷ് പോയിന്റിങ്ങിലുണ്ട്. അത് മേക്ക് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അതേസമയം ഇതേ മോട്ടാർ അല്പം അകത്തോട്ട് പ്രൊവൈഡ് ചെയ്യണം, ഒരു ഗ്രൂവ് ഫോം ചെയ്യുന്ന രീതിയിൽ അല്പം ആ ഒരു ജോയിനിൽ അകത്തോട്ട് ഫോം കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? റെസസ്ഡ് പോയിന്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ റെസിസ്റ്റ് പോയിന്റിംഗ് എന്താണ്? ഫ്ലഷ് പോയിന്റിങ്ങിന്റെ ഒരല്പം മോഡിഫിക്കേഷൻ ആണ്. ഫ്ലഷ് പോയിന്റിംഗിൽ എന്താ ഫ്ലാറ്റ് സർഫസ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫ്ലാറ്റ് സർഫസ് അല്പം അകത്തോട്ട് ഫോം ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂവ് ഫോം ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? റിസസ്ഡ് പോയിന്റിംഗ് എന്നുള്ളത്. അടുത്തൊരു ടൈപ്പ് ഓഫ് പോയിന്റിംഗ് ആണ് ബീഡഡ് പോയിന്റിംഗ്. ബീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മുത്താണ് അല്ലേ. മുത്തിന് പറയുന്ന പേരാണ് ബീഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു മുത്ത് നമ്മൾ എന്താണ് ഈ ഒരു പുതിയ മോട്ടാറിൽ ഫില്ല് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്ത് വെച്ചെങ്കിൽ ഒരു സെമി സർക്കുലർ പ്രൊജക്ഷൻ ഫോം ചെയ്യുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? ബീഡഡ് പോയിന്റിംഗ് എന്നുള്ളത്. ഓക്കെ, ഒരു സെമി സർക്കുലർ പ്രൊജക്ഷൻ ഫോം ചെയ്യുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? ബീഡഡ് പോയിന്റിംഗ്. അതേസമയം ഒരു സെമി സർക്കുലർ ഗ്രൂവ് ആണ് അവിടെ ഫോം ചെയ്യുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് റബ്ഡ് പോയിന്റിംഗ് അല്ലെങ്കിൽ ഗ്രൂവ്ഡ് പോയിന്റിംഗ് അല്ലെങ്കിൽ കീ പോയിന്റിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബീഡഡ് പോയിന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെമി സർക്കുലർ പ്രൊജക്ഷൻ ഫോം ചെയ്യുന്നെങ്കിൽ അവിടെ പറയുന്ന പേരാണ് ബീഡഡ് പോയിന്റിംഗ്. അതേസമയം ഒരു സെമി സർക്കുലർ ഗ്രൂവ് ആണ് അവിടെ ഫോം ചെയ്യുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് റബ്ഡ് പോയിന്റിംഗ് അല്ലെങ്കിൽ കീ പോയിന്റിംഗ് അല്ലെങ്കിൽ എന്താണ്? ഗ്രൂവ്ഡ് പോയിന്റിംഗ് എന്നുള്ളത്. അടുത്തൊരു പോയിന്റിംഗ് ആണ് സ്ട്രക്ക് പോയിന്റിംഗ്. ഇതാ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഒരു ഇൻക്ലിനേഷൻ ഫോം ചെയ്യുന്ന, അതായത് ടോപ്പിൽ ഒരു 10 mm അകത്തോട്ട് വെച്ചിട്ട് ഒരു ഇൻക്ലിനേഷൻ ഫോം ചെയ്യുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? സ്ട്രക്ക് പോയിന്റിംഗ് എന്നുള്ളത്. അപ്പോൾ വാട്ടറിനെ എല്ലാം റിപ്പല് ചെയ്ത് കളയാനായിട്ട് വളരെ നല്ലൊരു ടൈപ്പ് ഓഫ് പോയിന്റിംഗ് ആണ് എന്ത്? ഈ ഒരു സ്ട്രക്ക് പോയിന്റിംഗ് എന്ന് പറയുന്നത്. അതേസമയം ഈ ഒരു ഇൻക്ലിനേഷൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ടോപ്പിലാണ് നമ്മുടെ ഡെപ്ത് കൂടുതലല്ലേ. ആ ഒരു ഗ്രൂവിന്റെ ഡെപ്ത് കൂടുതൽ എന്താണ്? ടോപ്പിലാണ്. അതേസമയം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ബോട്ടത്തിലാണ് ഡെപ്ത് കൂടുതലെങ്കിൽ അതിന് പറയുന്ന പേര് ഓവർ ഹാൻഡ് സ്ട്രക്ക് പോയിന്റിംഗ് എന്നാണ്. അപ്പോൾ സ്ട്രക്ക് പോയിന്റിംഗ് എന്താണ്? ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ഒരു ഇൻക്ലിനേഷൻ, അതിൽ ഡെപ്ത് കൂടുതൽ എന്താണ്? ടോപ്പ് പോർഷനിലാണ്. ആ ഒരു പോർഷനിൽ ഡെപ്ത് കൂടുതൽ, ടോപ്പ് പോർഷനിൽ ഡെപ്ത് കൂടുതൽ വരുന്ന രീതിയിൽ ഒരു ഇൻക്ലിനേഷൻ ഫോം ചെയ്തെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്ട്രക്ക് പോയിന്റിംഗ്. വാട്ടർ റിപ്പല് ചെയ്യാനൊക്കെ, റെയിൻ വാട്ടർ ഒക്കെ റിപ്പല് ചെയ്ത് കളയാനൊക്കെ നല്ലൊരു പോയിന്റിംഗ് ആണ് സ്ട്രക്ക് പോയിന്റിംഗ്. അതേസമയം ബോട്ടത്തിലാണ് ഡെപ്ത് കൂടുതലെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? ഓവർ ഹാൻഡ് സ്ട്രക്ക് പോയിന്റിംഗ് എന്നുള്ളത്. ഇനി അടുത്തതാണ് വി പോയിന്റിംഗ്. ഒരു വി ഗ്രൂവ് ഫോം ചെയ്യുന്നെങ്കിൽ, ഓക്കെ, നമ്മുടെ പോയിന്റിംഗ് സർഫസിൽ ഒരു വി ഗ്രൂവ് ഫോം ചെയ്യുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? വി പോയിന്റിംഗ് എന്നുള്ളത്. അതേസമയം ഒരു വി പ്രൊജക്ഷൻ ആണ് ഫോം ചെയ്യുന്നെങ്കിൽ അതിന് പറയുന്ന പേര് ബെതേഡ് പോയിന്റിംഗ് എന്നാണ്. ഓക്കെ, വി പോയിന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു വി ഗ്രൂവ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ബെതേഡ് പോയിന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു വി പ്രൊജക്ഷൻ ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. അടുത്തൊരു പോയിന്റിംഗ് ആണ് ടക്ക് പോയിന്റിംഗ്. ടക്ക് പോയിന്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പുതിയ ക്വാളിറ്റിയിൽ, അതായത് നല്ല ക്വാളിറ്റിയുള്ള മോട്ടാർ വെച്ചിട്ട് ഈ പോയിന്റിന്റെ പോർഷൻ ഫില്ല് ചെയ്തിട്ട് ഒരു വൈറ്റ് സിമെന്റ് പൊട്ടി കൊണ്ടിട്ട് ദാ ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്ന പോലെ ഒരു പ്രൊജക്ഷൻ അവിടെ മേക്ക് ചെയ്യുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? ടക്ക് പോയിന്റിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്?
വൈറ്റ് സിമെന്റ് പുട്ടിയാണ്. ഓക്കെ, അപ്പോൾ വൈറ്റ് സിമെന്റ് പുട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ഷൻ ഫോം ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, ടക്ക് പോയിന്റിംഗ് എന്നുള്ളത്. ഈ വൈറ്റ് സിമെന്റിന് പകരം നമ്മൾ മോട്ടാറാണ് അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പോയിന്റിങ്ങിന് പറയുന്നത് ഹാഫ് ടക്ക് പോയിന്റിംഗ് അല്ലെങ്കിൽ ബസ്റ്റാർഡ് പോയിന്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബസ്റ്റാർഡ് പോയിന്റിംഗ് അല്ലെങ്കിൽ ഹാഫ് ടക്ക് പോയിന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വൈറ്റ് സിമെന്റ് പുട്ടിക്ക് പകരം മോട്ടാർ ഉപയോഗിച്ചിട്ട് ഈ ഒരു പ്രൊജക്ഷൻ ഫോം ചെയ്യുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, ഹാഫ് ടക്ക് പോയിന്റിംഗ് അല്ലെങ്കിൽ ബസ്റ്റാർഡ് പോയിന്റിംഗ് എന്നുള്ളത്. അടുത്തത് പ്ലാസ്റ്ററിങ്. പ്ലാസ്റ്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു ബ്രിക്ക് മേസണറി ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോൺ മേസണറി ഒക്കെ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം അതിന് പുറത്തായിട്ട് അതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് വളരെ ചെറിയൊരു തിക്നെസ്സിൽ ഒരു മോട്ടാർ കവറിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് എന്ത്, പ്ലാസ്റ്ററിങ് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു പ്ലാസ്റ്ററിങ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അകത്തുള്ള സർഫസിനെ പുറത്തുള്ള എൻവയോൺമെന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ നല്ല ബെറ്റർ ആയിട്ടുള്ള അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ചെറിയ പ്രൊജക്ഷൻസും അണ്ടുലേഷൻസ് എന്തെല്ലാം ഉണ്ടെങ്കിൽ അതിനെയെല്ലാം കവർ ചെയ്യുക എന്നുള്ളത് എന്തിന്റെ പർപ്പസാണ്, ഈ ഒരു പ്ലാസ്റ്ററിങ്ങിന്റെ പർപ്പസാണ്. നോർമലായിട്ട് ഒരു 12 mm തിക്നെസ്സിലാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, പ്ലാസ്റ്ററിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തത് ഗേജിങ് ട്രബിൾ. നമ്മൾ മോട്ടാറിനെ എടുക്കാനും അതുപോലെ തന്നെ മോട്ടറിനെ സ്പ്രെഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഇത് മെറ്റീരിയൽ അല്ലെങ്കിൽ ടൂളാണ് എന്ത്, ഈ ഒരു ഗേജിങ് ട്രബിൾ എന്ന് പറയുന്നത്. നമ്മൾ സിമെന്റ് കരണ്ടി എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ടേം തന്നെയാണ് എന്ത്, ഈ ഒരു ഗേജിങ് ട്രബിൾ എന്ന് പറയുന്നത്. ഇത് പോയിന്റഡ് ഉണ്ട്, അതുപോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള അതായത് ബുൾനോസ്ഡ് ആയിട്ടുള്ള ട്രബിൾ നമുക്ക് അവൈലബിൾ ആണ്. അടുത്തതാണ് ഫ്ലോട്ട്. മോട്ടാറിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഈ ഒരു അടുത്തത് ഫ്ലോട്ട്. നമ്മൾ ഈ മോട്ടാറിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്, ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലോട്ട് പല ടൈപ്പ് ഉണ്ട്. ഇതിൽ പറയുന്ന പോലെ സ്കിമ്മിങ് ഫ്ലോട്ട്, ഡെവിൽ ഫ്ലോട്ട്, സ്റ്റീൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞ് പല ടൈപ്പ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള നോക്കാം. ആദ്യത്തെ സ്കിമ്മിങ് ഫ്ലോട്ട്. വുഡൻ ഫ്ലോട്ടിന് പറയുന്ന പേരാണ് സ്കിമ്മിങ് ഫ്ലോട്ട്. അതായത് വുഡ് കൊണ്ട് മേക്ക് ചെയ്തേക്കുന്ന ഫ്ലോട്ടിന് പറയുന്ന പേരാണ് എന്ത്, സ്കിമ്മിങ് ഫ്ലോട്ട് എന്നുള്ളത്. അതേസമയം ഈ ഒരു ഫ്ലോട്ടിൽ 3 mm ഒരു നെയിലിന്റെ പ്രൊജക്ഷൻ ഉണ്ട്. ഓക്കെ, ഫ്ലോട്ടിന്റെ രണ്ട് സൈഡിലുമായിട്ട് 3 mm ഒരു നെയിൽ പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, ഡെവിൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെവിൽ ഫ്ലോട്ടിന്റെ പർപ്പസ് എന്താണ്, നമ്മൾ ബാത്റൂമിലൊക്കെ നല്ല ഈ ഒരു ഫ്ലോറിന് അല്ലെങ്കിൽ വാളിനൊക്കെ ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവിടെ ചെറിയ ചെറിയ ഗ്രൂവ് അവിടെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഈ പ്ലാസ്റ്റേർഡ് സർഫസ് ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു ഡെവിൽ ഫ്ലോട്ട് എന്നുള്ളത്. ഓക്കെ, അടുത്തത് സ്റ്റീൽ ഫ്ലോട്ട്. സ്റ്റീൽ കൊണ്ട് മേക്ക് ചെയ്തേക്കുന്ന ഫ്ലോട്ടാണ് എന്ത്, സ്റ്റീൽ ഫ്ലോട്ട് എന്നുള്ളത്. നല്ല ഫിനിഷ്ഡ് സ്മൂത്ത് സർഫസ് ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് ഈ സ്റ്റീൽ ഫ്ലോട്ട് നല്ലൊരു ടൂളാണ്. അതുപോലെ തന്നെ ഇതിന് അറിയപ്പെടുന്ന ലേയിങ് ട്രബിൾ എന്നത് ഈ ഒരു സ്റ്റീൽ ഫ്ലോട്ടിനെ അറിയപ്പെടാറുണ്ട്. അടുത്ത ടൈമാണ് പ്ലംബോവ്. പ്ലംബോവ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് എന്ത്, പ്ലംബോവ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വാൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്ററിന്റെ സർഫസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് പ്ലാസ്റ്ററിന്റെ സർഫസ് കറക്റ്റ് വെർട്ടിക്കൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്, പ്ലംബോവ് എന്ന് പറയുന്നത്. അടുത്തത് ഫ്ലോട്ടിംഗ് റൂള്. നമ്മൾ മോട്ടാർ സ്പ്രെഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വലിയ നീളം കൂടിയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്, ഫ്ലോട്ടിംഗ് റൂൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സ്ക്രീഡ്സിന്റെ ഇടയിൽ പ്രോപ്പറായിട്ട് ലെവലായിട്ടുള്ള മോട്ടാറിനെയൊക്കെ സ്പ്രെഡ് ചെയ്യാൻ എന്താണ് ഈ ഫ്ലോട്ടിംഗ് റൂൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു വാൾ സർഫസ് ഉണ്ടെങ്കിൽ വാൾ സർഫസിൽ നമ്മൾ ആദ്യം കുറച്ച് ഡോട്ട്സ്, ഒരു പെർട്ടിക്കുലർ തിക്നെസ്സിൽ കുറച്ച് ഡോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സിമെന്റ് കൊണ്ടിട്ട് കുറച്ച് പ്രൊജക്ഷൻസ് മേക്ക് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ഡോട്ട്സ് എന്നുള്ളത്. ഈ ഡോട്ട്സിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലെയർ ഓഫ് മോട്ടർ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് എന്ത്, സ്ക്രീഡ്സ് എന്നുള്ളത്. ഈ സ്ക്രീഡ്സിന്റെ ഇടയിൽ കംപ്ലീറ്റ് ആയിട്ട് മോട്ടാറിനെ ഫില്ല് ചെയ്യാനും പ്രോപ്പറായിട്ട് ലെവൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലോട്ടിംഗ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ടേമാണ് മിസ്സലേനിയസ് ടൂൾസ്. അതായത് ഇതിനെ യൂസ് ചെയ്യുന്ന ഫർദർ ആയിട്ടുള്ള ടൂൾസ്, അതായത് ബ്രഷസ്, സെറ്റ് സ്ക്വയർ, കറക്റ്റ് ആംഗിളൊക്കെ ആണോ, അല്ലെങ്കിൽ വാട്ടർ കുറച്ചൊക്കെ സ്പ്രെഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ചെറിയ ചെറിയ അണ്ടുലേഷൻസ് അല്ലെങ്കിൽ റഫ് സർഫസ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ബ്രഷസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു ആംഗിളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താണ് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാറുണ്ട്. അത് മിസ്സലേനിയസ് ടൂൾസിൽ വരുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്ലാസ്റ്ററിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണെന്ത് മെത്തേഡ്സ് ഓഫ് പ്ലാസ്റ്ററിങ്ങിൽ പറയുന്നത്. നമ്മൾ പ്ലാസ്റ്ററിങ് 1 കോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, 2 കോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, 3 കോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത് വർക്ക് ഏത് വർക്ക് ആ ഒരു വർക്കിന്റെ ഇമ്പോർട്ടൻസ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ വർക്കിന്റെ ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, എത്ര കോട്ട് പ്ലാസ്റ്ററിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത്.
ഫസ്റ്റ് കോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അൺഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ടെമ്പററി വർക്കുകൾക്ക് വേണ്ടിയാണ്. വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്, അതുപോലെ തന്നെ അത്രത്തോളം ടെമ്പററി, അതായത് താൽക്കാലികമായിട്ടൊക്കെ കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഒരു കോട്ട് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയം 2 കോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ നോർമൽ വർക്കുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് 2 കോട്ട് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ 2 ലെയർ ഓഫ് പ്ലാസ്റ്ററിംഗ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി 3 കോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴാണ്, സുപ്പീരിയർ ക്വാളിറ്റി വർക്ക് അല്ലെങ്കിൽ നല്ല ഇമ്പോർട്ടൻറ്റ് വർക്കുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ 3 കോട്ട് പ്ലാസ്റ്ററിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ 3 കോട്ട് പ്ലാസ്റ്ററിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓരോ കോട്ടിനും നമ്മൾ ഓരോ പേര് വെച്ചാണ് അറിയുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കോട്ട് നമ്മൾ പറയുന്നത്, ഇങ്ങനെ 3 കോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോട്ടിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, റെൻഡറിംഗ് കോട്ട് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് കോട്ടിന്റെ പേരെന്താണ്, റെൻഡറിംഗ് കോട്ട്. സെക്കൻഡ് കോട്ടിന് നമ്മൾ അവിടെ പറയുന്നത് ഫ്ലോട്ടിംഗ് കോട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കോട്ടിന്റെ പേരെന്താണ്, ഫ്ലോട്ടിംഗ് കോട്ട്. ഇനി തേർഡ് ഏറ്റവും ടോപ്പിൽ വരുന്ന കോട്ട് നമ്മൾ പറയുന്നത് ഫിനിഷിംഗ് കോട്ട് അല്ലെങ്കിൽ സെറ്റിംഗ് കോട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്നത് റെൻഡറിംഗ് കോട്ട്, അതിന്റെ മുകളിൽ സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ഫ്ലോട്ടിംഗ് കോട്ട്. തേർഡ് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ തേർഡ് കോട്ടിന് പറയുന്ന പേരെന്താണ്, ഫിനിഷിംഗ് കോട്ട് അല്ലെങ്കിൽ സെറ്റിംഗ് കോട്ട് എന്നാണ്. ഇത് ഒരുപാട് എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് നമുക്ക് നോക്കേണ്ടത് പ്ലാസ്റ്ററിങ്ങിലുള്ള ഡിഫക്ട്സ് ആണ്. നമ്മൾ പ്ലാസ്റ്ററിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ പലതരത്തിലുള്ള ഡിഫക്ട്സ് വരാറുണ്ട്. ആ ഡിഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്, അതുപോലെ തന്നെ എന്ത് കാരണമാണ് ആ ഡിഫക്ട്സ് ഒക്കെ വരുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ ടൈമാണ് ബ്ലിസ്റ്ററിങ്. ഓക്കെ, ഈ ഒരു പ്ലാസ്റ്റേർഡ് സർഫസിൽ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ പ്രൊജക്ഷൻസ്, ചെറിയ സ്വെല്ലിങ്സ് വരുന്നതിന് പറയുന്ന പേരാണ് എന്ത്, ബ്ലിസ്റ്ററിങ് എന്നുള്ളത്. ഈ ബ്ലിസ്റ്ററിങ്ങിന് കാരണമാക്കുന്നത് എന്താണ്, ടെമ്പറേച്ചർ ചേഞ്ചസ് ആണ്. ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, പ്ലാസ്റ്ററിന്റെ അവിടെ ഇവിടെ ആയിട്ട് ചില ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യും, ചെറിയ പ്രൊജക്ഷൻ, സ്മാൾ പാച്ചസ് ഫോം ചെയ്യുന്നതിന് പറയുന്നത് എന്താണ്, സ്മാൾ പാച്ചസ് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ സ്വെൽ ഔട്ട് ചെയ്ത് വരുന്നതിന് പറയുന്ന പേരാണ് എന്ത്, ബ്ലിസ്റ്ററിങ് എന്നുള്ളത്. അടുത്ത ടൈമാണ് ക്രാക്കിംഗ്. ഓക്കെ, അതായത് നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ല, പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തില്ല, പ്രോപ്പറായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്താണത് ക്രാക്കിംഗ് എന്നുള്ളത്. ക്രാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിള്ളൽ വീഴുക തന്നെയാണ്. ഇങ്ങനെ വിള്ളൽ വീഴുമ്പോൾ വളരെ ഫൈൻ ഹെയർ ആയിട്ടുള്ള ക്രാക്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് ക്രേസിംഗ് എന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടേം ഓർത്ത് വയ്ക്കുക, ക്രേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വളരെ ഫൈൻ ഹെയർ ക്രാക്സിന് പറയുന്ന പേരാണ് എന്ത്, ക്രേസിംഗ് എന്നുള്ളത്. അടുത്തൊരു ഡിഫക്ട്സ് ആണ് എഫ്ലോറസെൻസ്. നമ്മൾ മിക്സ് ചെയ്യുന്ന മെറ്റീരിയലിൽ സാൾട്ടിന്റെ പ്രസൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യുന്ന സർഫസിന്റെ അവിടുത്തെ എൻവയോൺമെന്റിൽ സാൾട്ടിന്റെ പ്രസൻസ് ഉണ്ടെങ്കിലോ അവിടെ കാണിക്കുന്ന ഡിഫക്റ്റ് ആണ് എന്ത്, ഈ എഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. കോസ്റ്റൽ റീജിയൻസിലൊക്കെ മിക്കപ്പോഴും കാണപ്പെടുന്ന ഒരു ഡിഫക്റ്റ് ആണ് എന്ത്, പ്ലാസ്റ്റർ സർഫസിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് എന്ത്, എഫ്ലോറസെൻസ് എന്നുള്ളത്. അതായത് വൈറ്റ് പാച്ചസ് അവിടെ ഫോം ചെയ്യും. ഈ പ്ലാസ്റ്റേർഡ് സർഫസിൽ വൈറ്റ് പാച്ചസ് ഫോം ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു എഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഡിഫക്റ്റ് ആണ് പീലിംഗ് എന്നുള്ളത്. പീലിംഗ് എന്ന് വെച്ചാൽ പ്ലാസ്റ്ററിന്റെ കുറച്ച് പോർഷൻസ് ആയിട്ട് എന്ത് ചെയ്യും, അത് ഇളകി മാറി വരും. അതിന് പറയുന്ന പേരാണ് എന്ത്, പീലിംഗ് എന്നുള്ളത്. ഇതിന് കാരണമാക്കുന്നത് പ്ലാസ്റ്റേർഡ് സർഫസും അതിൻ്റെ അകത്തുള്ള ഉള്ളിലുള്ള സർഫസുമായിട്ട് പ്രോപ്പറായിട്ട് ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാം, പീലിംഗ് സംഭവിക്കാം. ഇതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ബോണ്ടിങ് ഇല്ല എങ്കിൽ അവിടെ സംഭവിക്കുന്ന വേറൊരു ഡിഫക്റ്റ് ആണ് എന്ത്, നമ്മുടെ ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത്. ലാർജ് പാച്ചായിട്ട് വലിയൊരു ലാർജ് മാസമായിട്ട് ലൂസായിട്ട് ഇളകി വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, ഫ്ലേക്കിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്ലേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലാർജ് പോർഷനായിട്ട് ഇളകി മാറി വരുന്നതിനാണ് എന്താണ് ഫ്ലേക്കിംഗ് എന്ന് വരുന്നത്. ഇതിനും കാരണം എന്ത് തന്നെയാണ്, പ്രോപ്പറായിട്ട് 2 സക്സസീവ് ലെയേഴ്സ് തമ്മിലുള്ള ബോണ്ടിങ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഒരു ഫ്ലേക്കിംഗ് എന്ന് പറഞ്ഞൊരു ഡിഫക്റ്റ് ഉണ്ടാകും. അടുത്തൊരു ഡിഫക്റ്റ് ആണ് പോപ്പിംഗ് എന്ന് പറയുന്നത്. പോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാൾ കോണിക്കൽ ഹോൾസ് ഫോം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്, പോപ്പിംഗ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ലൈം, മെഗ്നീഷ്യം പോലുള്ള എക്സ്പാൻസീവ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആ മിക്സിൽ ഫൈൻ അഗ്രിഗേറ്റ് വഴിയോ അല്ലെങ്കിൽ സിമെന്റോ കോഴ്സ് അഗ്രിഗേറ്റ് വഴിയോ അല്ലെങ്കിൽ വാട്ടർ വഴിയോ എന്താണ്, ലൈം അല്ലെങ്കിൽ മെഗ്നീഷ്യം പോലുള്ള എക്സ്പാൻസീവ് മെറ്റൽ നമ്മുടെ ഈ ഒരു മോർട്ടാറിൽ പ്രസന്റ് ആണ്, പ്ലാസ്റ്റർ ചെയ്യുന്ന മോർട്ടാറിൽ പ്രസന്റ് ആണെങ്കിൽ അവിടെ കാണിക്കുന്ന ഒരു ഡിഫക്റ്റ് ആണ് എന്ത്, ഈ പറയുന്ന പോപ്പിംഗ് എന്നുള്ളത്. പോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാൾ കോണിക്കൽ ആയിട്ടുള്ള ഹോൾസ് അവിടെ ഫോം ചെയ്യുന്നതാണ്. അടുത്തൊരിതാണ് റസ്റ്റ് സ്റ്റെയിൻ. റസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാമല്ലേ, തുരുമ്പ് സ്റ്റെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പിന്റെ കറ അല്ലേ. നമ്മുടെ പ്ലാസ്റ്റേർഡ് സർഫസിൽ ഈ ഒരു തുരുമ്പിന്റെ കറ പോലത്തെ ആ ഒരു കളർ ഫോം ചെയ്യാൻ, സ്റ്റെയിൻ ഫോം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്, റസ്റ്റെയിൻ എന്നുള്ളത്. ഇതിന് കാരണമാക്കുന്നത് എന്താണ്, ഇതിന്റെ അകത്തുള്ള മെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ്. അയൺ പോലുള്ള മെറ്റാലിക് കമ്പൗണ്ട്സ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റസ്റ്റ് സ്റ്റെയിൻ കാണപ്പെടുന്നത്.
അടുത്തൊരു ടേമാണ് സോഫ്റ്റ്നെസ്, അല്ലെങ്കിൽ അടുത്തൊരു ഡിഫക്റ്റ് ആണ് സോഫ്റ്റ്നെസ്. ഈ പ്ലാസ്റ്റേർഡ് സർഫസ് ഒരുപാട് നാള് വാട്ടറുമായിട്ട് കോണ്ടാക്ട് വരികയാണ്, ഫ്രീക്വന്റ് ആയിട്ട് കോണ്ടാക്ട് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു പ്ലാസ്റ്റേർഡ് സർഫസ് സോഫ്റ്റൻഡ് ആവും. അതിന് പറയുന്ന പേരാണ് എന്ത്? സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡിഫക്റ്റ് ആണ് എന്ത്? അൺഈവൻനെസ് എന്ന് പറയുന്നത്. അതായത് പ്രോപ്പറായിട്ട് നമുക്ക് ഈ ലേബർ ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല, പ്രോപ്പറായിട്ട് അവിടെ പ്ലാസ്റ്റേർഡ് സർഫസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഈ പ്ലാസ്റ്റേർഡ് സർഫസിലെ അണ്ടുലേഷൻസ് ഉണ്ടാവും, ചെറിയ പ്രൊജക്ഷൻസ്, ചെറിയ ഡിപ്രഷൻസ് ഒക്കെ ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് എന്ത്? അൺഈവൻനെസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലൊരു പ്ലാസ്റ്റേർഡ് സർഫസ് ദൂരെ നിന്ന് നോക്കിയാൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് കാണാന്നുള്ളത്, നമ്മൾ അടുത്ത് ചെന്ന് തൊട്ട് നോക്കുമ്പോൾ കറക്റ്റ് അറിയാനാകും, അല്ലെങ്കിൽ അതിലൂടെ കൈ ഓടിച്ച് നോക്കുമ്പോൾ കറക്റ്റ് അറിയാനാകും ഈ ഒരു അണ്ടുലേഷൻസ് ഉള്ളത്. അതിന് പറയുന്ന പേരാണ് എന്ത്? അൺഈവൻനെസ് എന്നുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്ലാസ്റ്ററിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ആദ്യമായി അക്വസ്റ്റിക് പ്ലാസ്റ്റർ. അക്വസ്റ്റിക് പ്ലാസ്റ്റർ നമ്മൾ സൗണ്ട് ഇൻസുലേഷൻ, അക്വസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണല്ലേ. അപ്പോൾ സൗണ്ട് പ്രൂഫിങ് അല്ലെങ്കിൽ സൗണ്ട് ഇൻസുലേഷനൊക്കെ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റർ ആണ് എന്ത്? അക്വസ്റ്റിക് പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. ഈ ഒരു അക്വസ്റ്റിക് പ്ലാസ്റ്റർ നമ്മൾ മെയിനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് തിയേറ്റർ, കോൺഫറൻസ് ഹാൾ അതുപോലുള്ള സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? അക്വസ്റ്റിക് പ്ലാസ്റ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പ്ലാസ്റ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യത്തില്ല? എക്കോ ക്രിയേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, സൗണ്ട് എന്ത് ചെയ്യത്തില്ല? പ്രതിധ്വനിക്കത്തില്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ എക്കോ ക്രിയേറ്റ് ചെയ്തില്ല എന്ത്? ഈ ഒരു അക്വസ്റ്റിക് പ്ലാസ്റ്ററിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. അടുത്തൊരു പ്ലാസ്റ്ററിംഗ് മെറ്റീരിയലാണ് ആസ്പെറ്റോസ് മാർബിൾ പ്ലാസ്റ്ററിംഗ്. ഓക്കെ, നല്ല ഗ്ലാസി ലൈക്ക് അപ്പിയറൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റർ ആണ് എന്ത്? ഈ ഒരു ആസ്പെറ്റോസ് മാർബിൾ പ്ലാസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഗ്ലാസ്, നല്ല സ്മൂത്ത് സർഫസ് ആണ്, ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമുള്ള ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്ററിംഗ് ആണ് എന്ത്? ഈ ഒരു ആസ്പെറ്റോസ് മാർബിൾ പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അടുത്താണ് ബേരിയം പ്ലാസ്റ്റർ. നമ്മൾ ബേരിയം സൾഫേറ്റ് യൂസ് ചെയ്തിട്ട് സിമെന്റ് മേക്ക് ചെയ്തിട്ട് അത് വെച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റർ ആണ് എന്ത്? ഈ ഒരു സിമെന്റ് അല്ല, മോട്ടാർ മേക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാസ്റ്റർ ആണ് എന്ത്? ബേരിയം പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. എക്സ്റേ റൂംസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റർ ആണ് എന്ത്? ബേരിയം പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ? അതായത് റേഡിയേഷനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ, റേഡിയേഷൻ കടന്നു പോകുന്നതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നല്ലൊരു പ്ലാസ്റ്റർ ആണ് എന്ത്? നമ്മുടെ ഒരു ബേരിയം പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയേഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റർ എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്ത് എഴുതാം, ബേരിയം പ്ലാസ്റ്റർ എന്നുള്ളത് എഴുതാം. അടുത്ത ടൈമാണ് ജിപ്സം. നമുക്കറിയാമല്ലേ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ഇന്റേണൽ വർക്കിന്, അതായത് ഒരു വീടോ അല്ലെങ്കിൽ ഒരു ഷോപ്പോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്റേണൽ വർക്കിനകത്ത് ഭംഗി കൂട്ടാനായിട്ട് ഫാൾ സീലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു ജിപ്സം യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്തിട്ടാണല്ലേ. അതുപോലെ ഇന്റേണൽ വർക്കിന് വേണ്ടി നല്ല വൈറ്റ് കളറിൽ, വെള്ള കളറിൽ നമുക്ക് ഒരു ആർക്കിടെക്ചർ പർപ്പസിനൊക്കെ വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാസ്റ്റർ ആണെന്ന് പറയുന്നത് നമ്മുടെ ജിപ്സം എന്ന് പറയുന്നത്. അടുത്താണ് ഗ്രാനൈറ്റ് സിലിക്കൺ പ്ലാസ്റ്റർ. നമ്മൾ ക്രാക്സ് ഒക്കെ ഫോം ചെയ്യുമ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റർ ആണ് ഗ്രാനൈറ്റ് സിലിക്കൺ പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റർ ആണ് നമ്മുടെ ഈ ഒരു ഗ്രാനൈറ്റ് സിലിക്കൺ പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. Start your civil engineering competitive exam preparation with Gravity Engineers Academy. Our offline classes will be starting soon. Gravity Engineers Academy. Reinforce your career. അടുത്തൊരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റർ ആണ് കീൻ സിമെന്റ്. കീൻ സിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെയും ആലത്തിന്റെയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു പ്ലാസ്റ്ററിംഗ് മെറ്റീരിയൽ നമ്മൾ മേക്ക് ചെയ്യുന്നതാണ് എന്ത്? കീൻ സിമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചത് ആസ്പെറ്റോസ് മാർബിൾ സിമെന്റിന്റെ കേസ് പഠിച്ചായിരുന്നു അല്ലേ? അതുപോലെ ഒരു ഗ്ലാസി ലൈക്ക് അപ്പിയറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ എന്തിനെ കൊണ്ട് പറ്റും? നമ്മുടെ കീൻ സിമെന്റിനെ കൊണ്ട് പറ്റും. അടുത്തൊരു മെറ്റീരിയലാണ് മാർട്ടിൻ സിമെന്റ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസും പേൾ ആഷും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്ന ഒരു പ്ലാസ്റ്ററിംഗ് മെറ്റീരിയലാണ് എന്ത്? മാർട്ടിൻ സിമെന്റ് എന്ന് പറയുന്നത്. സിമിലർലി പ്ലാസ്റ്റർ ഓഫ് പാരീസും ബൊറാക്സുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്ന പ്ലാസ്റ്ററിംഗ് മെറ്റീരിയലാണ് എന്ത്? പാരിയൻ സിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പാരിയൻ സിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസും ബൊറാക്സുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്നതാണ്. ഇന്റേണൽ വർക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പാരിയൻ സിമെന്റ് യൂസ് ചെയ്യുന്നത്. മാർട്ടിൻ സിമെന്റ് എന്തായിരുന്നു? പ്ലാസ്റ്റർ ഓഫ് പാരീസും പേളാഷുമായിട്ടുള്ള മിക്സ് ആയിരുന്നു. കീൻ സിമെന്റ് എന്തായിരുന്നു? പ്ലാസ്റ്റർ ഓഫ് പാരീസും അതുപോലെ ആലവുമായിട്ടുള്ള മിക്സ് ആയിരുന്നു ഇത് കീൻ സിമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കാഗ്ലിയോള എന്ന് വെച്ച് കഴിഞ്ഞാൽ കീൻ സിമെന്റും കളറിംഗ് പിഗ്മെന്റും കൂടെ ഉള്ള ഒരു മിക്സ് ആണ് എന്ത്? സ്കാഗ്ലിയോള എന്ന് പറയുന്നത്. അപ്പോൾ കീൻ സിമെന്റ് എന്തായിരുന്നു? പ്ലാസ്റ്റർ ഓഫ് പാരീസും അതുപോലെ തന്നെ ആലവുമാണ്. അതിന്റെ കൂടെ കളറിംഗ് പിഗ്മെന്റും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്കാഗ്ലിയോള കിട്ടും. ഓക്കെ, ഇനി സിറപ്പേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കൂടെ പെട്രോളിയം പ്രോഡക്റ്റും കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന പ്ലാസ്റ്ററിംഗ് മെറ്റീരിയലാണ് എന്ത്? ഈ പറയുന്ന സിറപ്പേറ്റ് എന്ന് പറയുന്നത്. ഇതിന് ഈ ഒരു പ്ലാസ്റ്ററിംഗ് മെറ്റീരിയൽ നല്ല ഫയർ റെസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഫയർ റെസിസ്റ്റന്റ് പ്ലാസ്റ്ററിനൊക്കെ എന്താണ്? നമ്മൾ ഈ ഒരു സിറപ്പേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത്? നമ്മുടെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്ലാസ്റ്ററിംഗ് മെറ്റീരിയൽസ്.